ഇന്നത്തെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 1ാമത്തെ ചാപ്റ്ററാണ് പറയുന്നത്. പ്രാചീന ശിലായുഗം. പ്രാചീന മനുഷ്യ ജീവിതത്തെക്കുറിച്ച് വിവരം നൽകുന്ന പ്രധാന സ്രോതസ്സുകളാണ് ഗുഹാചിത്രങ്ങളാണ്. പിന്നെ പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യർ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ആയുധമാണ് അടുത്തതായിട്ട് പറയുന്നത്. പരുക്കൻ ശിലായുധങ്ങളായിരുന്നു. പ്രാചീന ശിലായുഗ മനുഷ്യരുടെ പ്രധാന വാസസ്ഥലം ഗുഹകളാണ്. പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ പ്രധാന ഉപജീവന മാർഗം വേട്ടയാടലായിരുന്നു. വേട്ടയാടൽ യുഗം എന്നറിയപ്പെടുന്ന കാലമാണ് പ്രാചീന ശിലായുഗം. ലാസ്കോ ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഫ്രാൻസാണ്. പിന്നെ ഷോവെ ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഫ്രാൻസാണ്. അൾട്ടാമറ ഗുഹ സ്ഥിതി ചെയ്യുന്ന രാജ്യം സ്പെയിനാണ്. പിന്നെ പ്രാചീന ശിലായുഗ മനുഷ്യർ പുരോഗതി കൈവരിച്ച മേഖലകളാണ് അടുത്തത്. ശില്പവിദ്യ, പ്രതിമകൾ, ചിത്രകല, ഗുഹാചിത്രങ്ങൾ, കരകൗശല വിദ്യ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, സുഷിരവാദ്യങ്ങൾ തുടങ്ങിയവയാണ് ഇന്ത്യയിലെ പ്രധാന പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത്. ഭീംബേഡ്ക മധ്യപ്രദേശ്, നർമ്മദ താഴ്വര മധ്യപ്രദേശ്, പിന്നെ ഹൻസ്കി കർണാടക, നാഗാർജുന കൊണ്ട ആന്ധ്രാപ്രദേശ്, കുർണൂൽ ഗുഹകൾ ആന്ധ്രാപ്രദേശ് തുടങ്ങിയവയാണ്. പിന്നെ കാളുകളുടെ വിശാലമായ മുറി എന്ന ഭാഗം കാണപ്പെടുന്ന ഗുഹയാണ് ലാസ്കോ ഗുഹ എന്ന് പറയുന്ന കാട്ടുപോത്തിൻ്റെ ചിത്രം കാണപ്പെടുന്ന ഗുഹയാണ് ഷോവെ എന്ന് പറയുന്നത്. വീനസിൻ്റെ പൂർത്തിയാവാത്ത ചിത്രം കാണപ്പെടുന്ന ഗുഹയാണ് ഷോവെ ഗുഹ. പിന്നെ കാട്ടുപന്നിയുടെ ചിത്രം കാണപ്പെടുന്ന ഗുഹയാണ് അൾട്ടാമിറ എന്ന് പറയുന്നത്. ബഹുവർണ്ണ ചിത്രങ്ങൾ അടങ്ങിയ വിശാൽ കാണപ്പെടുന്ന ഗുഹയാണ് അൾട്ടാമിറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രാചീന ശിലായുഗത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് മധ്യശിലായുഗത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ് ഇതൊക്കെ. സൂക്ഷ്മമായ ശിലായുധങ്ങളാണ്. മധ്യശിലായുഗത്തെ അറിയപ്പെട്ട മറ്റൊരു പേരാണ് സൂക്ഷ്മ ശിലായുഗം എന്ന് പറയുന്നത്. മധ്യശിലായുഗത്തിൽ വേട്ടയാടൽ വ്യാപകമായപ്പോൾ വംശനാശം സംഭവിച്ച ജീവിവർഗമാണ് മാമത്ത് എന്ന് പറയുന്നത്. പിന്നെ ക്ലോണിങ്ങിലൂടെ മാമത്തുകളെ പുനഃസൃഷ്ടിക്കാനുള്ള ദൗത്യത്തിന് നേതൃത്വം നൽകിയ ആളാണ് ടോറി ഹെറിഡ്ജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പിന്നെ മധ്യശിലായുഗത്തിൽ മനുഷ്യജീവിതത്തിൽ ഉണ്ടായ പുരോഗതികളാണ് അടുത്തായിട്ട് പറയുന്നത്. വേട്ടയ്ക്ക് അമ്പും വെല്ലവും ഉപയോഗിച്ചു, നായയെ ഇണക്കി വളർത്തി, സാധനങ്ങൾ പരസ്പരം കൈമാറാൻ തുടങ്ങി, മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു. പിന്നെ മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ പ്രദേശങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത്. ബാഗോർ, ആദംഗഡ്, ആസൻ, മധ്യപ്രദേശ് തുടങ്ങിയ രാജ്യങ്ങളിലാണ്. ഇനി അടുത്തായിട്ട് നവീന ശിലായുഗത്തെ പറ്റിയിട്ടാണ്. നവീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളാണ് മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളാണ്. നവീന ശിലായുഗത്തിലെ പ്രധാന തൊഴിലുകൾ കൃഷി, മൃഗപരിപാലനം തുടങ്ങിയവയാണ്. നദീതടം കേന്ദ്രീകരിച്ച് കൃഷി ആരംഭിക്കുകയും സ്ഥിരവാസം തുടങ്ങുകയും ചെയ്ത കാലഘട്ടമാണ് നവീന ശിലായുഗം എന്ന് അറിയപ്പെടുന്നത്. നവീന ശിലായുഗത്തിൽ മനുഷ്യൻ പുരോഗതി കൈവരിച്ച മേഖലകളാണ് അടുത്തായിട്ട് പറയുന്നത്. കളിമണ്പാത്രങ്ങളുടെ നിർമ്മാണം, ചങ്ങാടങ്ങളുടെ ഉപയോഗവും ജലഗതാഗതവുമാണ് മീൻപിടുത്തം, സ്ഥിരവാസം, ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം, മൃഗങ്ങളെ ഇണക്കി വളർത്തൽ തുടങ്ങിയവയാണ്. നവീന ശിലായുഗ കാലത്തെ പ്രധാന വിളകളാണ് അടുത്തായിട്ട് ഗോതമ്പ്, ബാർലി, ചണം തുടങ്ങിയവയാണ്. നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയിട്ടുള്ള പലസ്തീനിലെ പ്രദേശമാണ് ജെറിക്കോ എന്ന് പറയുന്ന പ്രദേശങ്ങൾ. പനമരങ്ങളുടെ നഗരമെന്ന് വിശേഷണമുള്ള ഒരു നഗരമാണ് ജെറിക്കോ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എടക്കൽ ഗുഹയാണ്. കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രമാണിത്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത് അമ്പുകുത്തി മലയിൽ സ്ഥിതി ചെയ്യുന്നു. ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാണ് ഫോസൈറ്റ് എന്ന് പറയുന്ന ആളാണ്. പിന്നെ കുറച്ച് കേന്ദ്രങ്ങളാണ്. ഗുഫ്ക്രാൾ കാശ്മീരാണ്. ഇടയ്ക്കൽ പയ്യമ്പള്ളി വയനാടാണ്. ആലൂർ തക്കലക്കോട്ട കർണാടകയാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു താമ്ര ശിലായുഗത്തിനെ പറ്റിയിട്ടാണ്. ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമായിരുന്നു താമ്ര ശിലായുഗം എന്ന് പറയുന്നത്. താമ്ര ശിലായുഗത്തിലെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായ പുരോഗതിയാണ് അടുത്തതായിട്ട് പറയുന്നത്. നഗരജീവിതം ആരംഭിച്ചു, ചെളിക്കട്ടകൾ കൊണ്ടുള്ള വീടുകൾ നിർമ്മിച്ചു, അടുപ്പുകൾ ഉപയോഗിച്ചു, മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചു, കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങളും നിർമ്മിച്ചിരുന്നു.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് താമ്ര ശിലായുഗത്തിൽ പറയുന്നത്. താമ്രയുഗ കേന്ദ്രങ്ങൾ അടുത്തായിട്ട് പറയുന്നത് ചന്ദോളി മഹാരാഷ്ട്രയിലാണ്, ജോർവൈ മഹാരാഷ്ട്ര, ദൈമാബാദ് മഹാരാഷ്ട്ര, പിന്നെ നൗതാത്തോലി മധ്യപ്രദേശിലാണ്, കായത മധ്യപ്രദേശ്, ഏറാൻ മധ്യപ്രദേശിലാണ്, ഗിലുണ്ട് രാജസ്ഥാനിലാണ്, ബലാദർ രാജസ്ഥാനിലാണ്, അഹാർ രാജസ്ഥാനിലാണ്, മെഹർഗഡ് പാകിസ്ഥാനിലാണ്, ചാദൽ ഹൊയ്ക്ക് തുർക്കിയിലാണ്. ഇത്രയാണ് താമ്രയുഗ കേന്ദ്രങ്ങളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇത് പല എക്സാമിനും കണ്ടിട്ടുള്ളൊരു ഭാഗമാണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. താമ്രശിലായുഗം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കി വെക്കാവുന്നതാണ്. ശിലായുഗത്തിൽ നിന്ന് ലോഹത്തിലേക്കുള്ളൊരു മാറ്റത്തിൻ്റെ കാലമാണ് താമ്രശിലായുഗം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.